everyone, welcome to my channel. അപ്പം ഇന്ന് ഒരു കുക്കിംഗ് റെസിപ്പി ആയാലോ. നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് വ്യൂ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗ്രേപ്സ് ടങ്കുലു ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും. ഇതിൻ്റെ റെസിപ്പി കുറച്ച് കോമൺ ആയിട്ടും ഇടയ്ക്ക് വൈറലായിട്ടും ഇരുന്ന സംഭവമാണ്. അപ്പം നമുക്ക് ഇതിന്നൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ, ഗ്രേപ്സ് ടങ്കുലു. അപ്പം തക്കൂട്ട ആദ്യം എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. ഈ ഗ്രേപ്സ് എല്ലാം ഒന്ന് റാപ്പ് ചെയ്തെടുക്കൂ. അതായത് സ്റ്റിക്കിന്ന് ഇരുത്തിട്ട് ഒന്ന് ഈ ടിഷ്യൂലിടുക. അതിൻ്റെ വെറ്റ്നെസ് നമുക്ക് കളയണം, എങ്കിലേ ഷുഗർ സിറപ്പ് അതിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 സ്ക്യൂവർ ആയിട്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ സ്ക്യൂവർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ നാച്ചുറൽ സ്ക്യൂവറായ കുറച്ച് ഈർക്കിലെടുത്തിട്ടുണ്ട്, ഓല ഈർക്കിൽ. അപ്പോൾ അതിൽ നമുക്ക് 3 എണ്ണം വെച്ചിട്ട് ഹൗ മച്ച് ഡു വി വോണ്ട്? 9 വേണം. സോ 1 is here, 2 is here. വലുത് നോക്കിയെടുക്കുക, വലുതുണ്ടെങ്കിൽ. ഓക്കെ, 3 ഒരു സ്ക്യൂവറിലുള്ളതായി. വലുത് നോക്കിയിട്ടെടുക്ക്. 4. ഇതൊക്കെ വലിയ ഗ്രേപ്സാണ്. 5. 1 2 3 4 5 6. ഇനി 3 കൂടി വേണം. 7. തക്കൂട്ടൻ ഗ്രേപ്സ് അതിൻ്റെ ബഞ്ചിൽ നിന്ന് എടുക്കുന്ന മേളമാണ് നിങ്ങൾ കാണുന്നത്. 8. വലുത് 8, ബിഗ്ഗസ്റ്റ് വൺ. ഇത് വേണ്ട, വേറെ അല്ലേ? ഇതെടുക്ക്. This one is pretty big. അപ്പം നമുക്ക് 9 grapes. സാരമില്ല, 9 grapes. ഒയ്യോ അതികൊണ്ടോ? ഇറ്റ്സ് ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ഓയിൻമെൻറ്റ് ഇട്ട്. നമ്മളിപ്പം 9 grapes ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, വെറ്റ്നസ് എല്ലാം മാറി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാണ് ഫ്രണ്ട്സ്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത്. നിങ്ങൾ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്നറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ടെങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല. ജസ്റ്റ് വെയിറ്റിംഗ് ലൈക്ക് there is no tomorrow. അങ്ങനെ നമ്മൾ എടുത്തു. എന്നിട്ട് എന്താണ്, നമ്മുടെ നാച്ചുറൽ സ്ക്യൂവറിലേക്ക് നമുക്ക് 1 വച്ചു. 2 കുഞ്ഞത് 2 3 എല്ലാം എടുത്തുകൊണ്ട് അതുപോലെ നമുക്ക് വയ്ക്കാം. 2 വെച്ചു. Then there is this 3. So ആദ്യത്തെ 3 വെച്ചു. അല്ല, അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നെക്സ്റ്റ് സ്ക്യൂവറിൽ 3. അപ്പോൾ ഈ 3 ആർക്കൊക്കെയാണെന്നറിയാമോ? ഒരെണ്ണം തക്കൂട്ടന്, ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ഗ്രാൻഡ് മായ്ക്ക്. അല്ലേ തക്കൂട്ട? ഇതിലും 1 2 എന്നിട്ട് ഇതാണ് 3. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് സ്ക്യൂവർ എടുത്തിട്ട് അതിലും 1 2 3. അപ്പം കുറച്ച് ഇതാണ് നമ്മൾ സ്ക്യൂവർ അല്ല, ഈർക്കിലല്ല ആയതുകൊണ്ട്. സോ നമ്മൾ 3 സ്ക്യൂവേഴ്സ് കണക്കാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രേപ്സ് റെഡിയായി. ഇനിയിപ്പം നമുക്കടുത്ത് എന്താണ്, ഷുഗർ സിറപ്പിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. അതിന് മുമ്പ് ലെറ്റ് മീ ഹാവ് എ ഗ്രേപ്പ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് 1 കപ്പ് ഷുഗർ എന്ന് തോന്നുന്നു. എല്ലാം താഴോട്ട് വരും. അത്രയ്ക്ക് മതിയായിരിക്കും. ഇനി എനിക്കൊന്ന് 1/2 കപ്പ്
അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ആയിട്ടുണ്ട്. കോൺസിസ്റ്റൻസി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് വെരി ഷുവർ. എന്നാലും നമുക്ക് നോക്കാം ഇത് സെറ്റ് ആകോ ഇല്ലയോ എന്ന്. സിറപ്പ് കാണിച്ച് ആദ്യത്തെ സ്ക്യൂവറിൽ മുക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്ക്യൂവർ നന്നായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. നല്ല മണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇങ്ങനെ കിടന്ന് ട്രൈ ചെയ്യുന്നതെന്ന്. ഒരു ഷുഗർ കൂട്ട് ചെയ്യാൻ വേറൊന്നുമല്ല, എനിക്ക് ഈ കുക്ക് ചെയ്ത് വലിയ ശീലമല്ല. ഞാൻ കുക്ക് ചെയ്യും, എന്നിരുന്നാലും അത്ര പ്രോ കുക്കല്ല ഞാൻ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും കിടന്ന് ചെയ്യുന്നല്ലാതെ ഐ ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ കുക്കിംഗ് എക്സ്പീരിയൻസ്. എന്നാലും കുക്ക് ചെയ്യും. ബീഫ്, ചിക്കൻ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുക്ക് ചെയ്യും. അങ്ങനെ ഇതേപോലത്തെ ചെറിയ ചെറിയ ഈസി ഐറ്റംസും. അപ്പം ഇത് ഐ ഹോപ്പ് തങ്കുല് തന്നെ ആകും എന്നാണ്. നമുക്ക് നോക്കാം, ലെറ്റ്സ് സീ. അതല്ലേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സിറപ്പ് ഫുൾ കോട്ട് ചെയ്തു. ഇനി ഇതിലോട്ടിട്ട് അയ്യോ എൻ്റെ കൈ കണ്ട് സോറി ഗൈസ്, എൻ്റെ കൈ കണ്ട് ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്തോട്ടിട്ട് വെച്ച് ഒരു സെക്കൻഡ് നമുക്കൊന്ന് ഐസ് ബാത്ത്. ഐസ് ബാത്തിൽ ഇട്ട് വയ്ക്കാം. Grapes are going in a ice bath, ice bath, ice bath. ഡിപ്പ് ചെയ്തിടണം എന്നാണ്. ഈ ഒരെണ്ണത്തിന് ഡിപ്പായി കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ ഐസൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഞാൻ ഒരു ബോട്ടിൽ ഫുൾ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഐസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഐസ് ബാത്തിൽ കുറച്ച് ടൈം ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോഴത്തേക്കും ഗൈസ് നമ്മുടെ ടങ്കുല് സെറ്റായി ക്രിസ്റ്റലൈസ്ഡ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല ഐശ്വര്യമായിട്ട് തക്കൂട്ട് തന്ന് ട്രൈ ചെയ്യട്ടെ. തക്കു നോക്കിയേ. ഇതാണ് ടങ്കിൾ. സോ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. 3, 2, 1. ആ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. ചൈനക്കാരുടെയും ജാപ്പനീസുകാരുടെയും അത്ര പെർഫെക്ഷൻ വരത്തില്ല, എന്നിരുന്നാലും ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ. കുരുവുള്ള ഗ്രേപ്സ് ആയിരുന്നു. എങ്ങനെയുണ്ട്? ക്രിസ്റ്റലൈസ്ഡ് ആയാ? ആണോ? ഓക്കെ. അപ്പം തക്കു അതിന് ഓക്കെ പറഞ്ഞു. സോ ഷീ ഈസ് ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് വ്യൂ ചെയ്യുക, ഞങ്ങൾക്ക് സപ്പോർട്ട് തരിക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓ ലുക്ക് അറ്റ് ദ ക്രഞ്ച്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ബിഗിനേഴ്സ് ആണല്ലോ, പിന്നെ പോരാത്ത തന്നെ ഇവിടെ കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അതൊക്കെയാണ് റീസൺസ്. അപ്കമിങ് വീഡിയോസിൽ ഇങ്ങനത്തെ ഗ്ലിച്ചസ് എല്ലാം മാറ്റിയിട്ട് കുറച്ചും കൂടി പെർഫെക്ഷനോട് കൂടിയിട്ടൊക്കെ തിരിച്ചു വരാം. So good night to all guys. Bye bye. See you in next video. Love you all. Taku bye barno. Bye. Okay. Bye bye guys.